സ്കൂളുകളിൽ നിന്ന് രാവിലെ ക്ലിഫ് ഹൌസിലെത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം മുഖ്യമന്ത്രി 1 മണിക്കൂർ സംവദിച്ചു. ഇതിനുശേഷം വിഷു കൈനീട്ടം നൽകി മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ യാത്രയാക്കി. തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ നിന്നായി 30ഓളം വിദ്യാർത്ഥികളാണ് വിഷുദിനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിട്ട് കാണാനും സംവദിക്കാനും എത്തിയത്. മുഖ്യമന്ത്രിക്ക് വിഷുക്കണിയൊരുക്കി പൊന്നാട അണിയിച്ച ശേഷമായിരുന്നു വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾ. 1 മണിക്കൂർ നീണ്ട സംവാദത്തിൽ ചെറുതും വലുതുമായ നിരവധി വിഷയങ്ങളുമായി വിദ്യാർത്ഥികൾ. അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ മുതൽ സമകാലിക വിഷയങ്ങളായ കൊച്ചി മെട്രോയും പരിസ്ഥിതി പ്രശ്നങ്ങളും വരെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് വികസനവും പരിസ്ഥിതിയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകണമെന്നായിരുന്നു 2020 കേരളത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി. ജനങ്ങൾക്ക് വേണ്ടി ഇന്നത്തെയും നാളത്തെയും താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് വിചാരിച്ച ജനങ്ങളെ മുഴുവൻ മറന്നുകൊണ്ട് പ്രകൃതി സംരക്ഷിക്കണം എന്ന് പറയുന്ന വാദത്തോടും എനിക്ക് വിയോജിപ്പുണ്ട്. പ്രധാനമന്ത്രിയാവാൻ താൽപര്യമുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഞാൻ ഇന്ന് വരെ കേരളം വിട്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ അതുകൊണ്ട് മറ്റൊരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. പിന്നെ ഈ പറഞ്ഞ സ്ഥാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 4 അടുത്ത് പോലും എത്താനുള്ള ഒരു കഴിവോ അതിനുള്ള ഇതോ എനിക്ക് ഉള്ളതായിട്ട് ഞാൻ കരുതുന്നുമില്ല. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി കുടുംബം ഒരുക്കിയ വിഷുക്കണി കണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ദിവസം ആരംഭിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കർണാടകയിൽ പോയിരുന്ന മുഖ്യമന്ത്രി ഇന്നു രാവിലെയാണ് തിരിച്ചെത്തിയത്. മുഖ്യമന്ത്രിയെ കാണാനെത്തിയ കുട്ടികളുടെ വക വിഷുത്താലം, പിന്നാലെ ചോദ്യങ്ങളും. മുഖ്യമന്ത്രിയുടെ ജീവിതം എങ്ങനെ? പൊതുപ്രവർത്തന രംഗത്തുള്ളവര് അവരെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു നല്ല വിശ്വാസം ഉണ്ടാകണം. പ്രകൃതി സംരക്ഷണം, കേരളത്തിന്റെ ഭാവി, പിന്നെ ബാല്യകാലത്തിലെ മറക്കാനാകാത്ത അനുഭവങ്ങളും. പള്ളിപ്പെരുന്നാളിന് നാട്ടുകാരുടെ മുന്നിൽ ആളാവാനായി സൈക്കിളുമായി ഇറങ്ങിയ കുഞ്ഞുഞ്ഞ്, കാറ്റുപോയ ടയർ നൽകിയ മറക്കാനാവാത്ത മുറിവുകാട്ടി ഒരു ബാല്യകാല സ്മരണ. ഈ പമ്പിനകത്തോട്ട് എൻ്റെ കൈവരിൽ പോയിട്ട് 2ആയിട്ടങ്ങ് മുറിഞ്ഞു, ഭയങ്കരമായിട്ടുള്ളതായി. ഇപ്പോഴും എൻ്റെ ഇതേ പാടിതാണ്, ഇപ്പോഴും ആ പാടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വിജയരഹസ്യം ദൈവവിശ്വാസത്തെക്കാൾ കൂടുതൽ ദൈവഭയമാണ്. കാരണം തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി കുട്ടികൾക്കും സ്റ്റാഫിനും കൈനീട്ട് നൽകി. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ അവധിക്കാല ക്യാമ്പിനെത്തിയ വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്.